നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കാനക ഗോവിന്ദനുള്ള ചായയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ഗോവിന്ദേട്ടാ അനന്തപുരിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് വസ്ത്രമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അയ്യോ എന്നെ മൂർത്തി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എന്തോ വിശേഷം ഉണ്ട് പോലും, നമ്മളോട് ചെല്ലണമെന്ന്. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ മറന്നുപോയി, നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നേ. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്റെ പൊന്നു ഗോവിന്ദേട്ടാ, നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോവൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, അറിയാലോ അവളെ ഇപ്പൊ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ ചങ്കിനകത്ത് തീയാ. ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, ആദർശം നയനൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അവിടേക്ക് പോവാനായിട്ട്. കനക പറഞ്ഞു, എനിക്കും ആ ഒരു സങ്കടം തന്നെയാ, എന്നാലും അവരൊന്നും ഇല്ലാതെ അവിടെ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും വെക്കാൻ പോന്നേ? അവരൊന്നും ഇല്ലാതെ ഫംഗ്ഷൻ വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ? അത് മാത്രമല്ല, അനിയുടെ എൻഗേജ്മെന്റിലെ അടുത്ത് വരാൻ പോകുന്നത്, ഇനിയിപ്പോ എന്തെങ്കിലും ആഘോഷമാണെങ്കിൽ അതും ഇതും കൂടെ ഒരുമിച്ച് വെച്ചാൽ പോരെ, വെറുതെ ഒരു പൈസ ചെലവിന്റെ കാര്യമുണ്ടോ? ഗോവെന്ന് പറഞ്ഞു, കനകെ അവരെന്നൊക്കെ പറഞ്ഞ പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പൈസയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാ, അങ്ങനെ ധാരാളിത്തം കാണിക്കാറൊന്നും പോവാറൊന്നുമില്ല. പക്ഷെ ഇവിടെ പൈസ ചെലവാക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അല്ലാതെ നിന്നെപ്പോലെയൊന്നും അല്ല. എന്നെ പോലെയോ? എപ്പോഴാ ഗോവിന്ദേട്ടാ ഞാൻ എന്താ എപ്പോഴും ധാരാളിത്തം കാണിക്കണോ? ഇപ്പോഴല്ല, മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ. മുമ്പ് എന്തൊക്കെയായിരുന്നു നീ കാണിച്ചോണ്ടിരുന്നേ? കോടീശ്വരിയായ കോടീശ്വരന്റെ വീട്ടിലേക്ക് സ്വന്തം മക്കളെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കുറെ ധാരാളിത്തം ഒക്കെ കാണിച്ചോണ്ടിരുന്നില്ലേ? പക്ഷെ ഇപ്പം നിനക്ക് ആ സ്വഭാവം ഒന്നല്ല, ഇപ്പം നിനക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന് നന്ദു പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ പറഞ്ഞു 100% ശരിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കന പറഞ്ഞു, അതെ അതെ, തുടങ്ങിക്കോ, രണ്ടുപേരും കൂടെ എനിക്കിട്ടുള്ള പാര തുടങ്ങിക്കോ, ഇപ്പൊ ഞാനാണ് തെറ്റുകാരി. അല്ല ഗോവിന്ദേട്ടൻ പോകുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്ദു ചോദിച്ചു, എവിടേക്ക് പോകുന്ന കാര്യമോ? അതെ, അനന്തപുരിയിൽ എന്തോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അപ്പൊ ചെല്ലാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചെല്ലാൻ പറഞ്ഞില്ലേ? ആ, നിന്നോട് ചെല്ലാൻ പറഞ്ഞു, കനകി ഒരു ഒഴുക്കം വട്ടി പറയണം, പക്ഷെ നീ വരേണ്ട കാര്യമൊന്നും ഇല്ല, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ഓ അല്ലേലും ഞാൻ വരുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതെ, വരാതിരിക്കുന്ന ഞങ്ങൾക്ക് നല്ലത് എന്ന് കനകയും പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് എന്താ ഇതെന്ന് ചോദിച്ചു. എടി, ഈ ഒരു കാര്യത്തിൽ നിന്നെ വിശ്വാസമില്ല, ആ അനിയുടെ കല്യാണം കഴിയുന്നോടം വരെ എനിക്ക് നിന്നെ ഒരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും രാത്രി മതിലെ ആടിക്കടന്ന് അവന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്ക് സന്ദേഹമുണ്ട്. നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് ആ ഞെട്ടല് പുറമേ കാണിക്കാതെ പറഞ്ഞു, അമ്മ ഇത് എന്തൊക്കെയാ പറയണേ? എടി, ഈ ഒരു കാര്യത്തില് നിന്നെ ഞാൻ വിശ്വസിക്കില്ല, എല്ലാ പെൺകുട്ടികളെ പോലെ നിന്റെ സ്വഭാവം ഞാൻ കാണുന്നേ, അല്ലാതെ നിന്നെ അങ്ങനെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, മോളെ നീ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാം, അല്ലെങ്കിലും ഇനിയിപ്പൊ അനിയുടെ കല്യാണം നടക്കുന്നോടം വരെ അങ്ങോട്ടേക്ക് നീ വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. നന്ദുവിന് നല്ല വിഷമമായി. പക്ഷെ നന്ദു അതൊന്നും പുറമേ കാണിച്ചില്ല. അങ്ങനെ ഒടുവില് കനക പറഞ്ഞു, അതെന്തായാലും ഒരു നല്ല തീരുമാനം ഗോവിന്ദേട്ടാ, അവർക്ക് വിളിക്കാനുള്ള മര്യാദയുണ്ട്, അതുകൊണ്ട് അവർ നമ്മളെ വിളിക്കും, പക്ഷേ ഇവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതിരിക്കേണ്ട നമ്മുടെ കടമയാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കനക അങ്ങോട്ടേക്ക് പോയി. നന്ദുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അനന്തപുരി വീട്ടില് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഈ സമയത്ത് അജയൻ ജയനോട് പറഞ്ഞു, എന്നാലും ആരായിരിക്കും വരാൻ പോകുന്ന ആ VIP? അതെ, അതാ അറിയില്ലാത്ത, അതിനെക്കുറിച്ചൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അച്ഛനോട് ചോദിച്ചതാ, പക്ഷെ അച്ഛൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിലേ ചിലപ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി സഹായിച്ച ആരെങ്കിലും ആയിരിക്കും. ഇത് 10-20 വർഷം മുമ്പ് ഇതുപോലെ ഒരു സേട്ടിനെ വീട്ടിൽ വിളിച്ച് ആദരിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ചിലപ്പോൾ അതുപോലെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. ആ സമയം എനിക്ക് പറഞ്ഞു, ഓ എടാ അനി, നിന്നെ ആദരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ VIP എന്താണെങ്കിലും വരുന്നേ, ഇപ്പൊ നീ കമ്പനി കയറിയതിന് ശേഷമല്ലേ ഇത്ര ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അത് ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, എന്റെ ജാനിക്ക് നീ ഒന്നും മിണ്ടാതിരിക്കുക. ഹനി പറഞ്ഞു, എന്റെ അമ്മ എന്തു പൊട്ടത്തരൊക്കെ പറയണേ, എന്റെ വിജയത്തിന് പിന്നില് ആദർശേട്ടൻ നയനെടുത്തീവ, അവർക്കാണ് 90% അതിന്റെ ക്രെഡിറ്റ്, അല്ലാതെ എനിക്കല്ലാന്ന് പറഞ്ഞു. ശൈലജ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ? എടാ, കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്ന നീയല്ലേ, അപ്പൊ നിനക്കാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു, അല്ലാതെ അവർക്കല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് അജയൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരി, ആദർശം നയന ഇല്ലായിരുന്നെങ്കിൽ ദേ ഇവിടം വരെ കാര്യങ്ങളൊന്നും എത്തത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന ആരാ? ആദർശല്ലേ? അവനില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു.
അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ കൂടണം തന്നെ എനിക്കില്ല. കാരണം അയാളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് അതിനുള്ളൊരു മൂഡ് പോലും എനിക്കില്ല. ഉം, ഈ സമയത്ത് അഭി അവധിക്കാൻ പരസ്പരം നോക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എടാ അഭി, നിനക്കറിയാലോ നിന്റെ അച്ഛൻ എത്രമാത്രം ക്രൂരനാന്ന്. അയാളെപ്പോലൊരു ദുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാരണവശാലും അയാളെ കാണാൻ പോവോ അയാൾ മിണ്ടുവോ ഒന്നും ചെയ്തേക്കരുത്. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, എനിക്ക് സംശയമുണ്ട് ഇനിയിപ്പോ ഇവന് ഏൻ ജ്വല്ലറിയിലും മാനേജർ ആവാനായിട്ട് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് ഇനി അയാളാണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോഴേക്കും അഭി പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയരുത് അമ്മാവ, എനിക്ക് അതിനകത്ത് യാതൊരു അറിവില്ല. ഞാനതിനെ അയാളെ കണ്ടിട്ട് പോലും ഇല്ല, അയാളോട് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജലജ പറഞ്ഞു, എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാൽ അയാളെ പോയി കണ്ടേക്കരുത്. അയാൾക്ക് അത്രയ്ക്ക് ക്രൂര സ്വഭാവമാ. അത് കേട്ടതും ജയൻ പറഞ്ഞു, ജലജയ, ആ സ്വഭാവം തന്നെ കിട്ടിയിരിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്, നിന്റെ മോന് അഭി. അത് നിനക്കറിയാവെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അഭിയുടെ മുഖമൊക്കെ എന്താണ് ജലജയ്ക്ക് അടി കിട്ടിയതുപോലെ ഏപ്പി. പക്ഷെ അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു വരാൻ പോകുന്ന VIP ആരാന്ന്. VIP സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവേനയോട് ജയൻ ചോദിച്ചു, ദേവേനി ആരുടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? താലമൊക്കെ വേണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം റെഡിയാ, അതൊക്കെ വേണ്ട പോലെ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനികയും ഗോവിന്ദനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജയുടെ ജാനകിയുടെയൊക്കെ മുഖം മാറി. പെട്ടെന്ന് ജലജ ചോദിച്ചു, നിങ്ങളെ ആരാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, മൂർത്തി സാറാ. മൂർത്തി സാർ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ സമയം കനിക ചോദിച്ചു, അല്ല എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ? അത് മാത്രം ഞങ്ങൾക്ക് അറിയില്ല, ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, അതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്കും അറിയത്തില്ല. കുറച്ച് മുമ്പാ ഞങ്ങളോട് പറഞ്ഞ് ഏതോ ഒരു VIP വരുന്നുണ്ടെന്നൊക്കെ. അതാരാ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, എന്തേ നയനമോളെ ആദർശ് മോനെയും കൂടെ വിളിക്കായിരുന്നു, അല്ലെങ്കിൽ നാഗേന്ദ്രനെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ അവരെല്ലാം കണ്ടുപിടിച്ചത്. അപ്പൊ അവരെയും കൂടെ ഇങ്ങോട്ട് വിളിക്കുന്നതായിരുന്നു നല്ലത്. ജയൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ആ ഒരു കാര്യത്തിൽ മാത്രം അച്ഛനെ ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവരെ ഇങ്ങോട്ട് തിരികെ വിളിക്കാനായിട്ട് അച്ഛൻ കൂട്ടാക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്നാ മനസ്സിലാകാത്തെ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അല്ലെങ്കിലും അച്ഛന്റെ സ്വഭാവം അറിയാലോ, ഒരാളെ അടിച്ചിറക്കി വിട്ടാൽ പിന്നെ തിരിച്ചു വിളിക്കുന്ന സ്വഭാവമൊന്നും അല്ല അച്ഛന്റെ. അവരിവിടുന്ന് ഇറക്കി വിട്ടല്ലേ, അതുകൊണ്ട് മാത്രം അച്ഛനെ വിളിക്കാത്തെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം കനയ്ക്കും കോവിന്ദനും ഭയങ്കര സങ്കടമായി. കാരണം തന്റെ മകളും മരുമോനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്ന ഒരു തോന്നലായിരുന്നു അവരുടെ മനസ്സിൽ. അതേ സമയത്താണ് പുറത്തുപോയ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുന്നത്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വാദ്യമേളക്കാര് ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി VIP സ്വീകരിക്കാനായിട്ടാണ് വാദ്യമേളക്കാരെ കൊണ്ടുവന്നുള്ള കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ നമ്മുടെ VIP ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞു. ആ സമയം ദേവേനി ചോദിച്ചു, ആരാ അച്ഛാത്? അതിപ്പോ കാണാനായിട്ട് പോവല്ലേ, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാം അവര്. കാരണം നമ്മുടെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നട്ടലിൽ നിന്ന് തന്നെ പറയാം. അപ്പൊ അവർക്ക് അതേ സ്വീകരണം കൊടുത്തു വേണം അവരെ ഇങ്ങോട്ടേക്ക് ആനയിക്കാനായിട്ട്. ഇത് കേട്ടപ്പോ ജലജൻ ജാനകിയും ഒക്കെ പരസ്പരം നോക്കണം. അവർക്കൊന്നും മനസ്സിലായില്ല, ആരാ എന്താ വരുന്നതെന്നൊന്നും അറിയത്തില്ലോ. എന്തായാലും ഒരു VIP ആണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും വാദ്യമേളങ്ങളൊക്കെ മുഴങ്ങാൻ തുടങ്ങി. മുത്തശ്ശി ദേവേനോടിച്ചു, ദേവേനി താലവും കാര്യങ്ങളൊക്കെ റെഡിയല്ലേന്ന് ചോദിച്ചു. എല്ലാം റെഡിയാ, എങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ അതെല്ലാം കൂടെ അവരെല്ലാം എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വന്നിരുന്നു. കാറിനകത്തുനിന്ന് ആദർശം നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി. ആദ്യം നയന ഇറങ്ങി, പിന്നെ ആദർശ് ഇറങ്ങി. അന്തം വിട്ടുപോയി ജലജൻ ജാനകിയൊക്കെ. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇവരോ എന്നുള്ള ചിന്തയായിരുന്നു. ദേവേനയുടെ മുഖത്ത് സന്തോഷം, കനികയുടെയും ഗോവിന്ദന്റെയും മുഖത്ത് അതിനേക്കാൾ ഉപരി സന്തോഷം. ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അഭിക്കും അവന്തിക്കും ജാനകിക്കൊന്നും ഒട്ടും അതും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവര് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. അങ്ങനെ അവരങ്ങോട്ട് വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കെട്ടിപ്പിടിക്കുകയാണ്. മുത്തശ്ശന് അവരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ VIP കുറിച്ച്, അവരാണ് ദേ ഇവരെന്ന് പറഞ്ഞു. ഈ കുടുംബത്തിന് നട്ടല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എൻ്റെ കൊച്ചുമോനും അവരെ ഭാര്യയും ഇവര് ഈ കുടുംബത്തിലേക്ക് വരണമായിരുന്നു. കുറെ കാലം ഇവര് മാറുന്നു. പക്ഷെ അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇവൻ ഇറങ്ങിപ്പോയ സമയത്ത് രാജാവിനെ പോലെ തലയെടുപ്പോട് കൂടിയിട്ട് ഇറങ്ങിപ്പോയത്. അപ്പൊ അതേ തലയെടുപ്പോട് കൂടിയിട്ട് തന്നെ ഇവന് ഇവിടെ തിരികെ വരണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മറിഞ്ഞിരുന്ന പല സത്യങ്ങളും കണ്ടെത്തിയതിന് ശേഷമാണ് ഇവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവനെ സ്വീകരിക്കുന്ന വെറുതെ ആയിരിക്കില്ലെന്ന്
അങ്ങനെ ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വീകരണം ഇവനും നയനമോൾക്കും വേണ്ടി ഒരുക്കിയത്. ആദർശ് ഈ വീട് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയായ നയനമോള് അവന്റെ സുഖത്തിനും സന്തോഷത്തിനും ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടി, അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് അവനോടൊപ്പം ഇറങ്ങിപ്പോയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ബാക്കി ഈ പറയുന്ന ശത്രുക്കളായ ജാനകിയും ജലജയെല്ലാം നോക്കുവാണ്. അവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ എടുത്ത് പ്രതീക്ഷയില്ല. അപ്പോഴേക്കും ദേവേനോട് മുത്തശ്ശിയോട് നീ എന്ത് നോക്കി നിൽക്കുക, അതെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു ഇവരെ. അങ്ങനെ ദേവേന വന്ന് അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ഇങ്ങനെ താലമൊക്കെ കൈപ്പിടിച്ച് ജാനകി ഇട്ടിവട്ടേറ്റ പോലെ നിൽക്കുകയാണ്. ജാനകിയുടെ മനസ്സിൽ ടെൻഷനായി. ദൈവമേ, ഇനിയിപ്പോൾ തൻ്റെ മകൻ്റെ MD സ്ഥാനം പോകുമെന്നൊരു ചിന്ത. ആ ഒരു ടെൻഷൻ നിൽക്കുമ്പോഴത്തേനും ജലജ വന്നിട്ട് പറഞ്ഞു, ജാനകി ഇപ്പം നീ ആലോചിക്കുന്ന എന്താന്ന് ഞാൻ പറയട്ടെ. നിന്റെ മകൻ്റെ MD സ്ഥാനം പോകുമെന്നുള്ള പേടിയല്ലേ നിനക്ക്? അത് ഉറപ്പിച്ചോ. ആദർശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഇവനെ ഞാനിന്ന് ഇറക്കി വിട്ടു. പക്ഷെ എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവനോട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അന്ന് ആ ദുബായിലെ ആ ഡീൽ ഉറപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ പിന്നാലെ ഒരു ശത്രുവുണ്ട്, അതിനെ കണ്ടെത്തണം, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന്. പക്ഷെ അന്ന് ശത്രു ഇവനെ കീഴടക്കി. അതിൻ്റെ പേരിൽ ഇവരെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഇറക്കി വിടുമ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവൻ ആ ശത്രുവിനെ കണ്ടെത്തിക്കൊണ്ട് തിരികെ വരൂ എന്നുള്ള കാര്യം. അതിനുശേഷം വീട്ടിൽ കയറുള്ളൂ എന്നുള്ള കാര്യം. ഇവനെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഈഗോ വർക്ക് ചെയ്യുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവന് ഇറങ്ങിപ്പോയ പുറകെ തന്നെ അവന്റെ ഭാര്യയായ നയനമോളും ഇറങ്ങിപ്പോയി. എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഇവനോടുള്ള ദേഷ്യമൊന്നും ആയിരുന്നില്ല. ഇവ സത്യങ്ങളൊക്കെ കണ്ടെത്തി തിരികെ വരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറെ കള്ളത്തരങ്ങളെ കാണിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കൊച്ചുമോനെ അത് കണ്ടെത്തി. ഈ നിൽക്കുന്ന അനി എന്ന് പറഞ്ഞു. അനി ചിരിച്ചു. അപ്പോഴേക്കും ദേവേനു പറഞ്ഞു, ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ വസുന്ധരയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ വസുന്ധരയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വസുന്ധരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അവളും എന്നോടൊപ്പം ചേർന്ന് അഭിനയിക്കുകയോ ചെയ്തത്. പിന്നെ ആ നാഗേന്ദ്രൻ അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആദർശ് ഇവിടേക്ക് വരുമ്പോൾ നല്ല VIP സ്ഥാനം കൊടുത്ത് തന്നെ വേണം അവനെ സ്വീകരിക്കാനെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഈ കുടുംബത്തിനെ ശത്രുവിനെ കണ്ടെത്തിയിട്ട് വരുന്നതല്ലേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. ആ സമയത്ത് മുത്തശ്ശൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇനിയിപ്പം നമ്മുടെ കമ്പനിയെ നയിക്കാൻ പോകുന്ന സാരഥി MD സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോകുന്ന സാരഥി ആദർശാന്ന് പറഞ്ഞു. ദേവേനയുടെ എല്ലാവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ജാനകിക്ക് ആ ടെൻഷൻ. ജാനകി ചോദിച്ചു, അല്ലച്ച അത് പിന്നെ എങ്ങനെയാ? അനി കയറിയതിന് ശേഷമല്ലേ? അനി കയറിയതിന് ശേഷം ആ കമ്പനിക്ക് ഉയർച്ച ഉണ്ടായെന്ന് അതല്ലേ നീ പറയാൻ വരുന്നേ? മനസ്സിലായി. പക്ഷെ ഒരു കാര്യമുണ്ട് ജാനകി, നീ ഒരു കാര്യം വിചാരിക്കണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരാ? ഈ പറയുന്ന ആദർശല്ലേ. അപ്പൊ അവനാണ് ആ കസേരയിലിരിക്കാൻ യോഗ്യന്. ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ യോഗ്യൻ അവനാണ്. ഒരുപക്ഷെ ഈ കുടുംബത്തിൽ താമസിക്കാനായിട്ട് എന്നെക്കാളും നിന്നേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള അവനാണ്. അത് മാത്രമല്ല കമ്പനിയുടെ തലപ്പത്തിരിക്കാനായിട്ടും ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള അവനാന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ജാനകിക്കൊന്നും ഒട്ടും സഹിച്ചില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, എൻ്റെ മുത്തശ്ശ, ഇനിയിപ്പം മുത്തശ്ശൻ പറഞ്ഞില്ലേലും ശരി, ഞാൻ ആ MD സ്ഥാനം അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കും. എനിക്ക് അതാ ഇഷ്ടം. എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഏട്ടനൊന്ന് തിരികെ വന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞു, നീ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടില്ലേ നിന്റെ ഏട്ടനെ തിരികെ വിളിക്കണമെന്ന്. നിന്റെ ഏട്ടനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ഇനി ഏട്ടൻ ആ സ്ഥാനം കൂടെ ഒന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, വേണ്ട മുത്തശ്ശ, എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, അവൻ തന്നെ ആ കസേരയിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, എൻ്റെ പൊന്ന് ആദർശേട്ടാ, എന്നെ അതൊന്നും ഒഴിവാക്കി തരണം. ആദർശേട്ടൻ ആ കസേരയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ജലജ അവന്തിയോട് പതുക്കെ പറഞ്ഞു, ഇവൻ എന്നെ തിരുമണ്ടനാണോ? ആ കസേര വിട്ടുകൊടുക്കാനായിട്ട് ഇവൻ എന്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്നൊക്കെ പറയണം. അവന്തിയൊക്കെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക. ആകെപ്പാടുള്ള പ്രതീക്ഷ അനിയുടെ MD സ്ഥാനമായിരുന്നു അവനെ വിവാഹം കഴിക്കാനായിട്ട്. ഇനി അതും കൂടെ പോയാൽ എന്ത് ചെയ്യുന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.